കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വല്ലാത്ത അഹങ്കാരമാണല്ലോ, വല്ലാത്ത ആഡംബര ജീവിതമാണല്ലോ. എങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അതാ ഒരു മനുഷ്യനെ കുറിച്ച് സമ്പത്ത് അഹങ്കാരം നടിച്ചതിന്റെ പേരിൽ നശിച്ചുപോയ ഒരു മനുഷ്യന്റെ ഉദാഹരണ സഹിതം അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സമ്പത്ത് കൊണ്ട് അഹങ്കരിച്ച് നടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ എങ്ങനെയാണ് അല്ലാഹു നശിപ്പിച്ചത്, അവനെ തകർത്ത് കളഞ്ഞത് എങ്ങനെയാണെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് ഉദാഹരണ സഹിതം പറയുകയാണ്. ആരുടെ കാലഘട്ടത്തിലാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി അലൈഹിസ്സലാമിന്റെ ജനതയിൽപ്പെട്ട ഒരു മനുഷ്യനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്. ഇന്ന ഖാറൂന ഖാന മിന ഖൗമി മൂസാ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ മൂസാ നബിയുടെ ജനതയിൽ പെട്ടവനാണ് ഖാറൂൻ എന്ന് പരിശുദ്ധമായ ഖുർആൻ പറയുകയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ അതാ ജനതയിൽ പെട്ടവനായിരുന്നു. അവിടുന്ന് ഖുർആൻ പറയുകയാ, മൂസാ നബിയുടെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവിടുന്ന് ഹദീസ് നോക്ക്, അവിടുന്ന് പറയുന്ന മൂസാ നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തിൽ പെട്ടവനായിരുന്നു ഖാറൂൻ. അവന് തുടക്കത്തിൽ മൂസാ നബിയുടെ കൂടെയായിരുന്നു. നടക്കുന്നതും സർവ്വകാര്യങ്ങളും ചെയ്യുന്നതും മൂസാ നബിയുടെ കൂടെയാ. മഹാനായ മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെയാണ് അവൻ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ കൂടെ പടച്ചവനെ ഭൗതികവും സ്ഥാനമാനങ്ങളും അധികാരങ്ങളും പണവും ഇങ്ങനെ ഒരുപാട് ആ മനുഷ്യന് പിന്നീട് ഉണ്ടാകുമ്പോ ആ മനുഷ്യൻ അതാ പടച്ചവനെ മതിമറന്നു പോവുകയാണ്. അല്ലാഹു അനുഗ്രഹങ്ങൾ കൊടുത്തു കഴിയുമ്പോ പടച്ചവനെ വന്ന വഴി മറന്നു പോകുന്ന പലരുമുണ്ട്. ഒന്നുമില്ലാതെ പായിപ്പാട് കടന്നു വന്നിട്ട് ഇന്ന് പടച്ചവൻ ഒരുപാട് സമ്പത്ത് കൊടുത്തവരുണ്ടല്ലോ. വലിയ കൊട്ടാരങ്ങളായല്ലോ, ഒരുപാട് ഷോപ്പുകളായല്ലോ, സഞ്ചരിക്കാൻ വാഹനമായല്ലോ, മുന്നിലും പുറകിലും നടക്കാൻ ആളുണ്ടായല്ലോ. പടച്ചവനെ അങ്ങനെ ഒന്നുമില്ലാതെ വന്നിരുന്നവര് പടച്ചവൻ അനുഗ്രഹം കൊടുത്തപ്പം മറന്നു പോകുന്നവരുണ്ട്. അല്ലാഹുവേ തിരിഞ്ഞു നോക്കാത്തവരുണ്ട്. പടച്ചവനെ മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ഖാറൂനിനെ കുറിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഖാറൂനും അങ്ങനെയായിരുന്നു, ഒന്നുമില്ലാത്തവനായിരുന്നു, പാവപ്പെട്ടവനായിരുന്നു, മൂസാ നബിയുടെ കൂടെ നടക്കുന്നവനായിരുന്നു. പക്ഷേ ആ ഖാറൂനിന് സമ്പത്ത് ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവന് സമ്പത്ത് കൊടുത്തപ്പോ പെട്ടെന്നൊരു സുപ്രഭാതത്തില് പടച്ചവനെ അവന് പണക്കാരനാവുകയാണ്. അവന് സമ്പത്ത് അല്ലാഹു കൊടുക്കുകയാണ്. ആ പണം അവന്റെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞപ്പോ അവന്റെ സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തുകയാ. എങ്ങനെയാണ് അവന് സമ്പത്ത് വന്നതെന്നറിയുമോ? സമ്പത്ത് വന്നു വല്ലാതെ അങ്ങ് കൂടുകയാണ്. അവന്റെ സമ്പത്തിനെ കുറിച്ച് ഖുർആൻ പറയുകയാ. ഇന്ന ഖാറൂന കാന മിന ഖൗമി മൂസാ ഫബഗാ അലൈഹിം വആതൈനാഹും മിനൽ കുനൂസ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുകയാ. ഇത് ഖാല ലഹു ഖൗമുഹു ലാ തഫ്റഖ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫാരിഹീൻ. പടച്ചവനെ ആരെങ്കിലും പറയുന്ന കണക്കല്ല. ആ ഖാറൂനിന്റെ കയ്യിലിരിക്കുന്ന സമ്പത്തിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പടച്ചവനെ അവന്റെ കയ്യിലിരിക്കുന്ന ഖജനാവിന്റെ താക്കോലുണ്ടല്ലോ, അവന്റെ ലോക്കറുകളുടെ ചാവികളുണ്ടല്ലോ, അവനവന്റെ പണം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതിന്റെ താക്കോലുകൾ ചുമക്കാൻ എത്രയോ ജനതകൾക്ക് ചുമക്കാൻ, വലിയ വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ള താക്കോലുകൾ പോലും അവന്റെ കയ്യിലുണ്ടായിരുന്നു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മുടെ വീടിനകത്തിരിക്കുന്ന അലമാരിയുടെ താക്കോല്, വീട്ടിൽ വെച്ചിരിക്കുന്ന വല്ല സ്വർണവും പൈസയും വെച്ചിരിക്കുന്ന അലമാരിയുടെ താക്കോല് കട്ടിലിനടിയിൽ വെക്കുന്നവരുണ്ട്, തലകണക്കടിയിൽ വെക്കുന്നവരുണ്ട്, അരയിൽ കെട്ടിക്കൊണ്ട് നടക്കുന്നവരുണ്ട്, കഴുത്തിൽ കെട്ടിയിട്ട് നടക്കുന്നവരുണ്ട്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ.
എന്താ ചിരിക്കണേ? എന്താ ചിരിക്കണേ? എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്, അദ്ദേഹത്തിന്റെ ഒരു കുടുംബം ഞാൻ കണ്ടതാ, നേരിട്ട് കണ്ടതാ. അദ്ദേഹം പറയുന്നു, ഉസ്താദ് ഭാര്യയ്ക്ക് ചെലവിന് പോലും കൊടുക്കില്ല, കോടിക്കണക്കിന് ഇഷ്ടം പോലെയുണ്ട്, ഒരുപാട് ഏക്കർ കണക്കിന് വസ്തുവുണ്ട്, അത്രയ്ക്കും ജാഗയുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കൂല, 5 പൈസ കൊടുക്കൂല. താക്കോൽ എവിടെയാ? കഴുത്തിൽ കെട്ടിയിട്ടിരിക്കുക, തുണിക്കകത്ത്. എൻ്റെ പ്രിയപ്പെട്ട, ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ കണ്ടതാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടിട്ടുണ്ടോ അൻസാരി എണ്ണ അങ്ങനെ വല്ലത്? നിങ്ങൾ കണ്ടിട്ടുണ്ടാ? കൊടുക്കൂല, അരയി കെട്ടിക്കൊണ്ട് നടക്കും താക്കോല്, ഒരെണ്ണവേ ഉള്ളൂ. ആകെ അവനുള്ള എന്താ? എന്തോ നക്കാപ്പി ചെയ്യണ്ട, അതുപോലും സൂക്ഷിക്കുന്ന ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കാറൂനിന്റെ ലോക്കറിന്റെ താക്കോല് വലിയ സംഘങ്ങൾക്ക് ചുമക്കാനുള്ളത് അത്രയും ഉണ്ടായിരുന്നു എന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവൻ നല്ല രൂപത്തിൽ ജീവിച്ച് നല്ലവനായിരുന്നു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൂടെ നടക്കുമ്പോൾ ഒരു നല്ല മനുഷ്യനായിരുന്നു. അവിടുന്ന് ചരിത്രം പറയുകയാ. എന്നാൽ പിന്നീട് അവന് ധനമുണ്ടായപ്പോ, സമ്പത്ത് ഒരുപാട് വന്നപ്പോ പിന്നെ തോന്നിവാസം കൂടി. അതങ്ങനാണല്ലോ, പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ നിയമങ്ങളൊന്നുമില്ല. എന്തുപ്പാ ഇല്ലേ? പലതും പറയണമെന്നുണ്ട്, ലൈവായതുകൊണ്ട് ഞാൻ പറയണില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പണം കൂടിക്കഴിയുമ്പോ ഇസ്ലാമിന്റെ എന്ത് നിയമം? സമ്പത്ത് കൂടിക്കഴിയുമ്പോ പിന്നെ നമുക്ക് പലതും, ഇപ്പൊ തന്നെ ഓണസദ്യയൊക്കെ നമുക്ക് അതൊക്കെ നിസ്സാരമായി പോയില്ലേ? അങ്ങനല്ലേ? പണം കൂടിക്കഴിയുമ്പോ നമുക്ക് പിന്നെ എല്ലാം എളുപ്പം. അത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, ഇത് ചെയ്യുന്നതിൽ എന്താ കുഴപ്പം, അവിടെ കൊടുക്കാമല്ലോ ഇവിടെ കൊടുക്കാമല്ലോ, ഇതൊക്കെ മറ്റേതല്ലേ മറിച്ചതല്ലേ മസല, അങ്ങനെ വന്നുകൊണ്ടിരിക്കും. സമ്പത്ത് കൂടി കഴിയും അങ്ങനെ. എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, ഇവനിങ്ങനെ സമ്പത്ത് കൂടിക്കഴിഞ്ഞപ്പോൾ അവന് തോന്നിവാസവും കൂടി, അക്രമവും കൂടി, അഹങ്കാരം കൂടി. ഇവനെങ്ങനെ ഇപ്പൊ പറയുന്നറിയോ? ഞാൻ ഉണ്ടാക്കിയതാ ഇത് മുഴുവനും, ഇതൊക്കെ എങ്ങനെ വെറുതെ കിട്ടിയതാണോ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ, എന്റെ ബുദ്ധി കൊണ്ട്, എന്റെ ആരോഗ്യം കൊണ്ട്, ഞാൻ കഷ്ടപ്പെട്ട് എന്റെ രക്തം വിയർപ്പാക്കി അധ്വാനിച്ചത്. പള്ളിയിൽ ഉസ്താദ് പറയുന്നത് ഇതൊക്കെ ശരിയല്ല, പോടാ നിന്റെ പണി നോക്കിപ്പോ, ഞാൻ ഉണ്ടാക്കിയത്, എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉണ്ടാക്കി, ഞാൻ ഇഷ്ടപ്പെട്ട പോലെ. നിനക്ക് എന്താ വേണം അല്ലേ? ഉണ്ടാക്കി ഞാൻ ഇങ്ങനെ വിളിക്കുന്നു, നിനക്ക് എന്താ ചോദിക്കാനുള്ള അർഹത? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുന്നു, അവന്റെ ജീവിതം മധുരവിട്ടുപോയി. അവന്റെ ജീവിതം അള്ളാഹു കൊടുത്ത സമ്പത്ത് കൊണ്ട് അവൻ ആർഭാട ജീവിതങ്ങൾ നയിക്കുകയാണ്, അഹങ്കാരം കാണിക്കുകയാണ്. അതിരുവിട്ട് ജീവിച്ചപ്പോ മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാമും മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നവരും അവനെ നന്നാക്കാൻ തീരുമാനിച്ചു. കൂടെ നടന്നവനാണല്ലോ. ഇന്നലെ വരെ കൂടെ നടന്നവന് പെട്ടെന്ന് വഴിതെറ്റി പോകുമ്പോൾ അവനെ ഒന്ന് ഉപദേശിക്കണമല്ലോ, അവനെ നന്നാക്കണമല്ലോ. അങ്ങനെ അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, വബ്തഗി ഫീമാ ആതാകല്ലാഹു ദാറൽ ആഖിറ വലാ തൻസാ നസീബക മിനദ് ദുനിയാ വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക വലാ തബ്ഗിൽ ഫസാദ ഫിൽ അർദ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഫ്സിദീൻ. ഖാറൂൻ ഒരുപാട് സമ്പത്ത് കിട്ടുകഴിഞ്ഞപ്പോ അല്ലാഹുവിനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്നത് കണ്ടപ്പോ മൂസാ നബിയും തന്റെ അനുയായികളും അവനെ ഉപദേശിക്കുകയാണ്. പടച്ചറപ്പ് നിനക്ക് നൽകിയതാണ്, നിനക്ക് പരലോക ചിന്തയില്ലേ, അല്ലാഹുവിനെ കുറിച്ച് ഓർമ്മയില്ലേ, നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ പോയി നിൽക്കേണ്ടവനാണെന്നുള്ള ചിന്ത നിനക്കില്ലേ? അല്ലാഹുവല്ലേ നിനക്കിത് തന്നത്, ഇതിന്റെ ഒരു ഓഹരി പാപങ്ങൾക്ക് കൊടുത്തുകൂടെ? നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൊടുത്തുകൂടെ? നന്മയായ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചുകൂടെ? എന്തിനാണ് നിനക്ക് റബ്ബ് തന്നത് മുഴുവനും നീ ഇങ്ങനെ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഇങ്ങനെ ചിലവഴിക്കുന്നത്? എന്തിനാണ് നീ ദുനിയാവിലെ കുഴപ്പമുണ്ടാക്കുന്നത്? മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് ഖാറൂനിനെ ഉപദേശിക്കുമ്പോ അല്ലാഹുവേ അവൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? ഇത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്. പടച്ചവനെ ഒരാള് പറയുന്നതും അവന് കേൾക്കുന്നില്ല. അവൻ അഹങ്കാരം കൂടുകയാണ്, അവര് പാവപ്പെട്ടവരെ പുച്ഛത്തോടെ കാണുകയാണ്. അല്ലാഹുവേ, അവന് സമ്പത്തിന്റെ ആർത്തി കാരണം, ആ സമ്പത്ത് അധികരിച്ചത് കാരണം ഒരു അഹങ്കാരിയെ പോലെ, ധിക്കാരിയെ പോലെ
ഒരാളുടെയും വാക്ക് കേൾക്കാതെ പടച്ചവൻ അവനിങ്ങനെ ദീപിക്കുകയാണ്. അള്ളാഹുവിനെ മതിമറന്നുകൊണ്ട് നടക്കുകയാണ്. ഖാറൂൻ ഒരു നന്മ മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ഉപദേശിച്ചവരാ. ഇവനൊന്ന് നന്നാകട്ടെ, ഇവൻ പണമുള്ളവനല്ലേ, ഇത് കിട്ടിയാൽ ഒരുപാട് പേർക്ക് ഉപകാരമുണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എല്ലാവരും അവനെ ഉപദേശിക്കുന്നത്. അതാ ഖാറൂനിനോട് പറയുന്നു, ഈ പണം മുഴുവനും നിനക്ക് തന്നത് റബ്ബാണ്. ഖാറൂൻ പറഞ്ഞ മറുപടി എന്തെന്നറിയുമോ? എന്റെ അറിവും എന്റെ കഴിവും കൊണ്ട് മാത്രമാണ് ഇതെനിക്ക് കിട്ടിയത്, അല്ലാതെ പടച്ച റബ്ബെനിക്ക് തന്നതല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവസാനം അവിടെ നിന്ന് പറയുകയാണ്, അവൻ ഉപദേശിക്കുന്നവരോട് മുഴുവനും അവനെ വാദിക്കുകയാണ്. അവരോട് മുഴുവനും പറയുന്നു, ഇത് എന്റെ കഴിവ് കൊണ്ടുണ്ടാക്കിയതാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവിടെ നിന്ന് ഖാറൂന് തള്ളിക്കളഞ്ഞപ്പോ, ധിക്കാരത്തിൽ അവൻ ഉറച്ചു നിന്നപ്പോ, സമ്പത്തിനാലും സംഗമനത്തിനാലും അഹങ്കരിച്ചവന് അല്ലാഹു നശിപ്പിച്ചത് എങ്ങനെയെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ, ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദീ അവലം യഅലമു അന്നല്ലാഹ ഖദ് അഹ്ലക മിൻ ഖബ്ലീ. ഖാറൂൻ അവിടെ നിന്ന് പറയുകയാണ്, എന്റെ കൈവശമുള്ള വിദ്യ കൊണ്ട് മാത്രമാണ് എനിക്കിത് ലഭിച്ചത്. എന്നാൽ അവന് മുമ്പ് അവനെക്കാൾ കടുത്ത സമ്പന്നന്മാരായ എത്രയോ പേരുണ്ട്. ഖാറൂനിനെക്കാളും പണക്കാരുടെ എങ്ങനെയാണ് അല്ലാഹു ഒന്നുമില്ലാതാക്കിയത് എന്നവന് ചിന്തിക്കുന്നില്ലല്ലോ. പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, സമ്പന്നതയിൽ അഹങ്കരിച്ച അവന്റെ വിശ്വാസികൾ അവൻ വിശ്വാസികളെ പ്രകോപിപ്പിക്കുകയാണ്. അവനെ ഉപദേശിക്കുന്നവരവനെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. പടച്ചവനെ എന്നിട്ടവന് ചെയ്തത് എന്തെന്നറിയുമോ? ഇന്നൊക്കെ ചിലര് കാണിക്കുന്നത് കാണുമ്പോ നമുക്ക് തോന്നുമല്ലോ, സമ്പത്തുള്ളവന് കാണിക്കുന്ന ഓരോ പ്രവർത്തനങ്ങൾ കാണുമ്പോ നമുക്ക് വല്ലാതെ അത്ഭുതം തോന്നുമല്ലോ. എന്നാൽ അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, എല്ലാ ഖുർആൻ പറയുന്ന ഖാറൂനിനെ മൂസാ നബിയും തന്റെ അനുയായികളും അവിടെ ഉപദേശിച്ചു, റബ്ബ് തന്നതാടാ ഖാറൂനെ, ഈ പണം മുഴുവനും അല്ലാഹു തന്നതാണ്. അതുകൊണ്ട് ഇതിന്റെ ഒരു വിഹിതം പാപങ്ങൾക്ക് കൊടുക്കൂ, നന്മയായ കാര്യങ്ങൾക്ക് കൊടുക്കൂ. ഖാറൂൻ പറഞ്ഞു, 5 നയാ പൈസ കൊടുക്കൂല, കാരണം ഇതെന്റെ കഴിവാണ്, എന്റെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്, ഒരാൾക്കും ഞാൻ കൊടുക്കൂല. അപ്പൊ ഓർമ്മപ്പെടുത്തിയടാ, നിന്നെക്കാളും ഒരുപാട് സമ്പന്നന്മാരുണ്ടായിരുന്നു, അവരല്ലാഹു തകർത്തു കളഞ്ഞല്ലോ എന്ന് ഖാറൂനിനോട് പറയുമ്പോ, ഖാറൂൻ അവിടെ നിന്ന് എങ്ങനെയാണ് പ്രതികരിച്ചതെന്നറിയുമോ? ഒരു പ്രകടനം നടത്തുകയാണ്, ഒരു ഘോഷയാത്ര നടത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, അവനൊരു പ്രകടനം നടത്താൻ തീരുമാനിച്ചു. അവിടെ നിന്ന് ചരിത്രം പറയുകയാ, ഏറ്റവും വിലപിടിപ്പുള്ള വാഹനമാണ് കൊണ്ടുവന്നത്. ചരിത്രം പഠിക്കണം. ഇന്ന് പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുമ്പോൾ ചില കല്യാണത്തിനും ചില പരിപാടികൾക്കൊക്കെ ഏറ്റവും കൂടുതൽ മാത്രം ഉപയോഗിക്കും. ഹെലികോപ്റ്ററിൽ കൊണ്ടുവന്നിറക്കും, വലിയ വലിയ വണ്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നിറക്കി നടത്താറില്ലേ? ഇവനെ എല്ലാവരും ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ പള്ളിയിലെ ഖത്തീബ് ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ പള്ളിയുടെ മുന്നിൽ കൊണ്ടുവന്നതിന് ഇതൊക്കെ കാണിച്ചു തരുന്ന കാലമാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. പണ്ടൊരു ഉസ്താദ് പള്ളിയിൽ പ്രസംഗിച്ചു, ഫ്ലക്സി ഫുട്ബോൾ കളിയുടെ സമയത്ത് ഫ്ലക്സ് കൊണ്ടുവച്ചപ്പോൾ ഇത് പാടില്ല, ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് നബിയുടെ ചരിത്രമൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ പിറ്റേ ദിവസം അതിനേക്കാളും വലിയ ഉസ്താദ് പറഞ്ഞാലും ഞങ്ങൾ വെക്കുമെന്ന് പറഞ്ഞ പോലെ അതങ്ങനെ. അപ്പൊ ഖാറൂനിനോട് പറഞ്ഞു ഇങ്ങനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞപ്പോൾ ഇവൻ തീരുമാനിച്ചു, ഒരു പ്രകടനം നടത്തണം, ഒരു വലിയ പ്രകടനം നടത്തണം. ഏറ്റവും മനോഹരമായ ഏറ്റവും വില കൂടിയ വാഹനം കൊണ്ടുവന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു, ഏറ്റവും വില കൂടിയ വസ്ത്രം ധരിച്ചു. അത് മാത്രമല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വസ്ത്രം ഇങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു ഖാറൂൻ. ഏറ്റവും കൂടിയ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചിട്ട് അതിങ്ങനെ ഭൂമിയിലൂടെ വലിച്ചിടച്ചുകൊണ്ട് നടന്നു. അതുമാത്രമല്ല, അവന്റെ സമ്പാദ്യത്തിൽ ഇടാൻ പറ്റുന്ന അത്രയും സ്വർണങ്ങളും അവന്റെ ആർഭാടങ്ങൾ മുഴുവനും ആഭരണങ്ങൾ മുഴുവനും ശരീരത്ത് ധരിച്ചു. അല്ലെ, ചെരുപ്പ് വരെ സ്വർണം കൊടുക്കണില്ലേ കല്യാണത്തിന്? എന്തുകൊണ്ടാ ചിരിക്കണേ? ചെരുപ്പ് വരെ സ്വർണം കൊടുത്തവരില്ലേ കല്യാണത്തിന്? അപ്പൊ ഖാറൂൻ അവന്റെ സമ്പാദ്യം മുഴുവൻ, അവന്റെ പറ്റുന്നത് മുഴുവൻ എടുത്തിട്ടു. എന്നിട്ടിങ്ങനെ വസ്ത്രവും വലിച്ചിടച്ചുകൊണ്ട്, അത് മാത്രമല്ല അവന്റെ കിരീടം അവൻ തലയിൽ വെച്ചു.
അവന്റെ തൊപ്പി അവൻ തലയിൽ വെച്ച് വലിയ സ്വർണത്തിന്റെ കിരീടം. എന്റെ പ്രിയപ്പെട്ടവരെ, അവരിങ്ങനെ അതാ അംഗരക്ഷകരെ കൂട്ടുകയാണ്. പണമുണ്ട് എങ്കിൽ പരിസരമ ജനനിബിഡമാ, കൂത്ത് തീർന്നാൽ കൂത്തുകാരം മാത്രമാ. ബൈത്ത് എത്ര സത്യ. പണം ഉണ്ടെങ്കിൽ ആളില്ലേ മുന്നിലും പുറകിലും. പറ ഉണ്ടാക്ക പണം ഉണ്ടെങ്കിൽ പടച്ചോന് ആളിങ്ങനെ നിൽക്കും. വണ്ടിയും ബഹളവും ആയിട്ട് എപ്പം നോക്കിയാലും ഓളം. കാരണം എൻ്റെ കാന ഇഷ്ടം പോലെ ഉണ്ട്, പൈസ ഉണ്ട്, സുഖമുണ്ട്. പണം തീർന്നാലോ ആർക്കും വേണ്ട. പണമുണ്ട് എങ്കിൽ പരിസരം ATM പൈസ ഉണ്ടെങ്കിൽ പോലീസുകാരൻ കാവല് നിൽക്കും. നിൽക്കൂലേ? കാവല് എടുക്കാൻ ആളും. പൈസ ഇല്ലെങ്കിലോ ആരുമില്ല, പട്ടി കയറി കിടക്കും അവിടെ. ഇതെന്നെ അവസ്ഥ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഇപ്പൊ കാറൂനിന്റെ കൂടെ ആളുണ്ടായിരുന്നു, അംഗരക്ഷകർ. അങ്ങനെ വലിയ പ്രകടനം നടത്തി. ഖുർആൻ പറയുകയാ, فخرج على قومه من زينته قال الذين يريدون الحياة الدنيا يا ليت لنا مثل ما أوتي قارون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഇവിടെ പറയുകയാണ്, ജനമധ്യത്തിലൂടെ കാറൂൻ ഇങ്ങനെ പ്രകടനം നടത്തുകയാണ്, പണത്തിന്റെ കൊഴുപ്പ് കാണിക്കുകയാണ്. അവനിങ്ങനെ ആഡംബരത്തോടുകൂടി സർവരെയും അത്ഭുതപ്പെടുത്തിയിട്ട് കോടികൾ ഇങ്ങനെ ചെലവഴിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോ പടച്ചവനെ ഈമാൻ കുറഞ്ഞവരുണ്ടല്ലോ, വിശ്വാസം ഉറയ്ക്കാത്തവരുണ്ടല്ലോ, അവര് പറയുന്നു കാറൂനിന് ലഭിച്ച അനുഗ്രഹമാ, കാറൂൻ എത്ര വലിയ ഭാഗ്യവാനാ, ഞങ്ങൾക്കും ഇതുപോലെ ലഭിച്ചിരുന്നെങ്കിൽ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ. ഈമാനില്ലാത്തവൻ, വിശ്വാസമില്ലാത്തവൻ, അല്ലാഹുവിനെ കുറിച്ച് ചിന്തയില്ലാത്തവൻ അവൻ കാറൂൻ ഇങ്ങനെ പോകുന്നത് കണ്ടപ്പോ അവൻ പറഞ്ഞു, കാറൂനിന് അല്ലാഹു കൊടുത്ത അനുഗ്രഹമാ, എത്ര വലിയ ഭാഗ്യമാനാ. പടച്ചവനെ, ഞങ്ങൾക്കും ഇതുപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. ജനങ്ങൾ അവിടെ നിന്ന് ആശിക്കുകയാണ്, തീർച്ചയായും അവന് ഭാഗ്യമുള്ളവനാണ് എന്ന് ജനങ്ങൾ പറയുമ്പോ കാറൂനിന്റെ പ്രകടനം കണ്ടിട്ട് ജനങ്ങൾ അവിടെ നിന്ന് പലരും വിലയിരുത്തുമ്പോൾ ചില ആൾക്കാർ ഈമാന് കുറഞ്ഞു പോയവർ അവരിങ്ങനെ പറയുമ്പോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടെ നിന്ന് പറയുകയാണ്, വഖാലല്ലദീന ഊതുൽ ഇൽമ വയൽഖുസവ സവാബുല്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഖുർആൻ അവിടെ നിന്ന് വിലയിരുത്തുകയാണ്, പഠിപ്പിക്കുകയാണ്. പടച്ചവനെ, ഈമാനുള്ളവർ ക്ഷമയുള്ളവരാണ്. അവർ ഒരിക്കലും സമ്പത്ത് കാണുമ്പോ, അധികാരം കിട്ടുമ്പോ, ആള് കൂടുമ്പോ അല്ലാഹുവിനെ മറന്നു പോകുന്നവരല്ല, അവർ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവരല്ല, അവർ അല്ലാഹുവിനെ വഴിപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ പലരും പറയാൻ തുടങ്ങി, കാറൂനിനെ പോലെ സമ്പത്ത് ഞങ്ങൾക്ക് കിട്ടിയിരുന്നെങ്കിൽ. പിന്നെയും ആള് കൂടുകയാണ്. പടച്ചവനെ, അങ്ങനെ വിശ്വാസികൾ പോലും പറയാൻ തുടങ്ങുമ്പോ അല്ലാഹു അവനെ നിസ്സാരമാക്കി കാണിക്കുകയാ. അല്ലാഹു ചെയ്തതെന്തെന്നറിയുമോ? പണത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അധികാരത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, ആൾബലത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്ന മുസ്ലിമേ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, സമ്പന്നതയിൽ അഹങ്കാരം നടിച്ച കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? ഏറ്റവും കൂടുതൽ വിലയുള്ള വാഹനമെടുത്ത്, ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ഭൂമിയിലൂടെ വലിച്ചിടച്ച്, അല്ലാഹുവേ, തലയിൽ കിരീടം വെച്ചുകൊണ്ട് ജനങ്ങളെ മുഴുവനും വിളിച്ചു കൂട്ടിയിട്ട് നാട്ടുകാരെ കാണാൻ റോഡിലൂടെ ഷോ നടത്തിയ കാറൂനിന്റെ പര്യവസാനം എങ്ങനെയായിരുന്നെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ഫഖസഫിനാ ബിഹി വബിദാരിഹിൽ അർള ഫമാ കാന ലഹു മിൻ ഫഅതി യൻസുറൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പഠിച്ചവനെ അവനിങ്ങനെ പ്രകടനം നടത്തിയല്ലോ. ജനങ്ങളെ കണ്ടുകൊണ്ട് പറഞ്ഞ്, ഇതുപോലെ ഞങ്ങൾക്കുണ്ടായിരുന്നെങ്കിൽ എത്രയോ നല്ലതാ. അവന് ഭാഗ്യവാനാ, അവൻ ഭാഗ്യവാനാ. ജനങ്ങൾ മുഴുവനോ പറയുകയാണ്. എങ്കിൽ അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട്
അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാ, അവരുടെ കണ്ണിന്റെ മുന്നിൽ വെച്ചിട്ട് അവന്റെ സമ്പാദ്യവും അവന്റെ കൊട്ടാരങ്ങളും സർവ്വതും ഭൂമി വിഴുങ്ങിക്കളഞ്ഞു എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ജനങ്ങൾ നോക്കി നിൽക്കെ ലൈവായിട്ട് കാണുകയാണ്, ലൈവായിട്ട് ജനങ്ങൾ അവരുടെ കണ്ണുകൊണ്ട് കാണുകയാ. അവന്റെ വീടില്ല, അവന്റെ കൊട്ടാരമില്ല, അവന്റെ പണമില്ല, അവന്റെ കൂടെയുള്ളവരില്ല, ഒന്നുമില്ലാതെ ഭൂമിയുടെ അടിയിലേക്ക് അല്ലാഹു വിഴുങ്ങിക്കളഞ്ഞു, അല്ലാഹു ആഴ്ത്തിക്കളഞ്ഞു. ജനങ്ങൾ കാണുകയാ, ജനങ്ങൾ കാണുകയാണ്. ആ സമയത്ത് അവര് പേടിച്ചു പോയി. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വഅസ്ബഗല്ലദീന തമന്നൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറഞ്ഞു തരികയാ. ഈ കാഴ്ചയങ്ങ് കണ്ടു കഴിയുമ്പോ ഇന്നലെ വരെ അവന്റെ സ്ഥാനം കൊതിച്ചവർ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവർ, അവനെ പോലെ പണം വേണമെന്ന് കൊതിച്ചവർ, അവന് ഭാഗ്യവാനാണെന്ന് പറഞ്ഞവരുണ്ടല്ലോ. അല്ലാഹുവേ, എന്തൊരു കഷ്ടമാ അല്ലാ. ഇന്നലെ കാറൂനിനെ വാഴ്ത്തിയവരാ, ഇന്നലെ കാറൂനിനെ പുകഴ്ത്തിയവരാ, അവനെ പോലെയാകണമെന്ന് കൊതിച്ചവരാ. പക്ഷേ കണ്ണിന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുത്തപ്പോ അവര് പോലും പറഞ്ഞു, എന്തൊരു കഷ്ടമാ, എന്തൊരു നാശമാ. അഹങ്കരിച്ചതിന് അല്ലാഹു കൊടുത്തതാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവേ അവര് പടച്ച റബ്ബിലേക്ക് മടങ്ങുകയാ. പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിനെ നിഷേധിച്ച് നടക്കുന്നവർ, മതിമറന്ന് നടക്കുന്നവർ, ധിക്കാരികളെ പോലെ കഴിയുന്നവർ, സമ്പത്ത് കൂടുമ്പോ അഹങ്കരിക്കുന്നവർ, അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങള് കാറ്റിൽ പറത്തുന്നവർ, തോന്നിവാസം കാണിച്ച് ജീവിക്കുന്നവർ, അവർക്ക് അല്ലാഹു കൊടുക്കുന്ന ഒരു പാഠമാ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇസ്ലാമിന്റെ നിയമങ്ങൾ പലതും മറക്കുമല്ലോ. പല ആഘോഷങ്ങളും കടന്നു വരുമ്പോ പടച്ചവനെ എന്ത് നിയമമാ. പള്ളിയിലെ ഖതീബ് പറയുന്നത് അവിടെ കിടന്ന് പറയുമല്ലോ. അവരൊക്കെ പഴഞ്ചന്മാരാണല്ലോ, നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാമല്ലോ, നമുക്കിവിടെ ആഘോഷിക്കാമല്ലോ, അടിച്ചു പൊളിക്കാമല്ലോ, അതിലൊന്നും ഒന്നുമില്ലല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവിക്കുന്നതിന് മുമ്പ്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഖുർആനെടുത്തിട്ട് കാറൂനിന്റെ ചരിത്രമൊന്ന് വായിച്ചു നോക്ക്. അല്ലാഹുവേ, നീ ഞങ്ങളെ കാക്കണേ അല്ലാ. പണവും അധികാരവും സ്ഥാനമാനങ്ങളും സൗകര്യങ്ങളും കൂടുമ്പോ അല്ലാഹുവും എന്ത് ഖുർആൻ, എന്ത് അല്ലാ, എന്ത് നബി, എന്ത് നിയമം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അപ്പോൾ പരിശുദ്ധമായ ഖുർആൻ കാറൂനിൻ്റെ ചരിത്രം വിവരിച്ചു തരുന്നു. അത് അവസാനിക്കുമ്പോൾ അല്ലാഹു ഒരു പാഠമെന്ന നിലയ്ക്കാണ്, എല്ലാവർക്കും ഒരു പാഠമെന്ന നിലയ്ക്ക് നമ്മെ ഇപ്രകാരം അറിയിക്കുന്നുണ്ട്. അല്ലാഹു കാറൂനിൻ്റെ ചരിത്രം അവസാനിപ്പിക്കുമ്പോൾ തിൽക്കദ്ദാറുൽ ആഖിറതു നജഅലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ വൽ ആഖിബതു ലിൽ മുത്തഖീൻ. ആ ചരിത്രം പറഞ്ഞിട്ട് അല്ലാഹു അവസാനിപ്പിക്കുന്ന ഭൂമിയിൽ എന്തെങ്കിലും കുഴപ്പമൊക്കെ ഉണ്ടാക്കുന്നവരെ കുറിച്ച് പറയും. ഒന്നും അലവില്ല, ഇതൊന്നുമല്ല ജീവിതം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സൂക്ഷ്മത പുലർത്തുന്നവർക്ക് മാത്രമേ അന്തിമമായിട്ടൊരു വിജയം ഉണ്ടാവുകയുള്ളൂ. ഇല്ലെങ്കിൽ അവന് പരാജയപ്പെട്ടു പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അഹങ്കരിക്കുകയും അള്ളാഹുവിനോട് നന്ദികേടുകൾ കാണിക്കുകയും ചെയ്യുന്നവർക്ക് എന്നും ഒരു പാഠമായിട്ടാ ഈ കാറൂനിന്റെ ചരിത്രം ഖുർആൻ പറഞ്ഞു തരുന്നത്. ഈ കാറൂനിന്റെ ചരിത്രം അള്ളാഹുവിന്റെ ഖുർആൻ പഠിപ്പിക്കുന്നത്, അവന്റെ അവസാനം എങ്ങനെയാണെന്ന് വിവരിച്ചു തരുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, സമ്പത്തിന്റെയും അധികാരത്തിന്റെയും ആ ഒരു വലിയ അഹങ്കാരത്തോടു കൂടി ജീവിക്കുന്നവർക്ക് എന്നും പഠിക്കുവാൻ ഇതൊരു മുന്നറിയിപ്പും താക്കീതുമായിട്ടാണ് ഖുർആൻ നമുക്ക് ഈ ചരിത്രം പഠിപ്പിക്കുന്നത്. അല്ലാതെ വെറുതെ പറഞ്ഞല്ല. ചരിത്രം പറയുന്ന പുസ്തകമല്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അത് അള്ളാഹു നമുക്കൊരു മുന്നറിയിപ്പ് തന്നതാ. അള്ളാഹു അവിടെ നിന്നൊരു മുന്നറിയിപ്പ് തന്നതാണ്. ഒരു പാഠം ഇതൊക്കെ നീ കണ്ടുപടി. നിന്റെ മുൻഗാമികൾക്ക് സംഭവിച്ചതാണല്ലോ. നിന്നെക്കാളും വലിയ വലിയ കൊലകൊമ്പന്മാര് ജീവിച്ചിരുന്നല്ലോ. അവർക്കൊക്കെ സംഭവിച്ച മുന്നറിയിപ്പുകളും താക്കീതുകളുമാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, ഖുർആൻ പറയുന്നത് അല്ലാഹുവേ വഖാറൂന വഫിർഔന വഹമാൻ വലഖദ് ജാഅഹും മൂസാ ബിൽ ബയ്യിനാത്ത് ഫസ്തക്ബറൂ ഫിൽ അർളി വമാ കാനൂ സാബിഖീൻ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കാറൂനിനെയും ഫിർഔനിനെയും ഹാമാനിനെയും ഞാൻ നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് നീ കണ്ടിട്ടില്ലേ? ഖുർആൻ ചോദിക്ക. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വ്യക്തമായ തെളിവുകൾ കൊണ്ട് അവിടെ നിന്ന് പഠിപ്പിച്ചു. കാറൂൻ, ഫിർഔൻ, ഹാമാൻ സാധാരണ ആൾക്കാരാണോ? ഇന്നത്തെ ദിവസം നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഫിർഔനിനെ മുക്കിക്കൊന്ന ദിവസമല്ലേ? ഒരുപാട് ചരിത്രങ്ങൾ, ഏറ്റവും മഹത്വമേറിയ അള്ളാന്റെ ഒരുപാട് സഹായം ലഭിച്ച ദിവസമായിരുന്നു. നാം എന്തുകൊണ്ട് ചിന്തിക്കുന്നില്ല? അള്ളാഹു ചോദിക്കുന്നു, എടാ അള്ളാഹ് എനിക്കൊന്നും അറിയില്ലായിരുന്നു എന്ന് പറയാൻ പറ്റും നമുക്ക് അള്ളാഹിനോട്? അള്ളാഹു കാറൂനിന്റെ ചരിത്രവും ഫിർഔൻ ഇന്നും എന്റെ പ്രിയപ്പെട്ടവരെ ഈജിപ്തിന്റെ മ്യൂസിയത്തിന്റെ അകത്ത് ചില്ലുകൂട്ടിനകത്ത് കടത്തിയിരിക്കുന്ന ഫിർഔനിനെ എന്തിനാ അള്ളാഹ് വെച്ചിരിക്കണേ? നാം അടിക്കണം, നമ്മൾ മനസ്സിലാക്കണം. ഇന്നും ചത്തുപോയിട്ടും 300 കൊല്ലം കടലിൽ കടന്നിട്ടും നശിക്കാതെ, ആ ഉപ്പുവെള്ളത്തിൽ കടന്നിട്ട് അവന്റെ ശരീരം പോകാതെ, നശിച്ചു പോകാതെ ഇന്നും മ്യൂസിയത്തിൽ ഈജിപ്തിൽ പോയാൽ കാണാൻ ഇങ്ങനെ കിടപ്പുണ്ട്. വല്ലാത്ത നീളവാവന്, അല്ലാഹു അഅലം, പടച്ചോ നമ്മളെ കാക്കുമാറാകട്ടെ. വല്ലാത്ത നീളം, ഇങ്ങനെ നീണ്ടത് പറഞ്ഞ് ഞാൻ വിചാരിച്ചു എനിക്ക് വലിയ നീളമൊന്നും. പണ്ടുള്ള ആൾക്കാരുടെ, നമ്മളൊക്കെ ചില മക്കാമുകളിൽ മുത്തുപ്പെട്ട ദാവൂദ് ഹക്കീം റളിയല്ലാഹു മുത്തുപ്പെട്ട ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഖബറൊക്കെ വലിയ നീളമാണ്. ഒരു ടൂറിസ്റ്റ് ബസ്സിന്റെ നീളമുണ്ട്, വല്ലാത്ത നീളം. ഇപ്പം നമ്മളൊക്കെ ചോദിക്കും, ഇത്രയും നീളമുള്ള ആൾക്കാരെ കൊണ്ടോ? ഇത്രയും നീളം എന്തിനാ? ഇപ്പം പണ്ടുള്ളവരുടെ കഥ പറയുന്നത് യൂട്യൂബിലൊക്കെ കയറി നോക്കിയാൽ എന്നാ ഹൈറ്റുള്ള ആൾക്കാരെ കാണാം, ഏറ്റവും നീളമുള്ള മനുഷ്യന്മാര്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെയുള്ളവരുണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്റെ പ്രിയപ്പെട്ടവരെ, അപ്പൊ വല്ലാത്ത നീളം പോന്നിട്ട്